സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഒരു വിശേഷമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ വേദ വിക്രത്തിനെ നന്നാക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. കമലയാണെങ്കിൽ കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ വേദയോട്, എങ്ങനെയെങ്കിലും വിക്രത്തിനെ നീ മാറ്റിയെടുക്കണം, നീ വിചാരിച്ചാലേ മോളെ ഇനി അവൻ മാറുള്ളൂ എന്നൊക്കെ. അങ്ങനെ വിക്രത്തിനെ ഒരു പരിധി വരെ മാറ്റിയെടുക്കുകയാണ് വേദ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ മോശമായിട്ടൊന്നും നടന്നാൽ പറ്റില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. വിക്രം പറയാണ്, അതിനിപ്പോൾ എന്താ, എൻ്റെ അച്ഛനും അമ്മയല്ലേ, ആ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ കമലയാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട്, മോളെ വേദേ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് വിക്രത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പം. കാരണം അവനിങ്ങനെ വഴിയിൽ തല്ലും കൂടി ഗുണ്ടാപ്പണിയും ചെയ്തൊക്കെ നടക്കുമ്പം കത്തിമുനയിൽ അവൻ്റെ ജീവിതം എന്ന് എനിക്കറിയാം. മാഷു അത് തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും വഴി വെച്ച് അവൻ തീരുമെന്നൊക്കെ മാഷു പറഞ്ഞപ്പം എൻ്റെ നെഞ്ച് തകർന്നു പോയി. നീ അവൻ്റെ വിധവയായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കാണാൻ മാഷിന് വയ്യെന്നാണ് മാഷു പറഞ്ഞത്. അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല മോളെ മാഷ് നിന്നെ അകറ്റി നിർത്തുന്നത്. വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് നീ നിന്നാ നീ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ടാണ് മാഷിന് വിഷമം എന്ന് പറയുമ്പം വേദ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലായമ്മേ, മാഷിൻ്റെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിക്രത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം. വിക്രം അത്ര മോശക്കാരനൊന്നും അല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരേ കാരണങ്ങൾ കാണും. അല്ലാതെ വിക്രത്തിൻ്റെ മനസ്സിൽ മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ദ്രോഹം ചെയ്യണമെന്നോ ഒന്നുമില്ല. നല്ല മനസ്സാണ് വിക്രത്തിന്, എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ആയിന്നേ ഉള്ളൂ. അത് നമുക്ക് മാറ്റിയെടുത്ത് പഴയ വിക്രത്തിനെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ തരുമെന്ന് പറയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം, നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രം രാത്രിയിൽ താമസിച്ച് വന്ന് കയറുകയാണ്. അപ്പോൾ വിക്രത്തിനോട് വേദ പറയുന്നുണ്ട്, ഇത്രയും സമയമൊക്കെ എവിടെയായിരുന്നു? ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാനാണെങ്കിൽ അതിവിടെ പറ്റില്ല. നിങ്ങൾ വരുന്ന സമയം നോക്കി ഇവിടെ ഇരുന്ന് ഭക്ഷണം വിളമ്പിത്തരാനൊന്നും ഇവിടെ ആരുമില്ല. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പ്രായമായി, അവർക്കൊക്കെ നേരത്തെ കിടന്നുറങ്ങേണ്ടതാണ്. നിങ്ങളിങ്ങനെ വരാൻ താമസിക്കുന്നത് കൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നറിയോ എന്ന് പറയുമ്പോൾ വിക്രം പറയാണ്, അയ്യോടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ, എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അങ്ങനെ ഭക്ഷണം വേണമെങ്കിൽ പോയി കുളിച്ചിട്ടേ ആ തൊഴുത്തിൽ പോയി കിടന്നു എന്ന് പറയുമ്പം വിക്രം ചോദിക്കുക, തൊഴുത്തോ, എന്താടി പറയുന്നേ? അത് പിന്നെ തൊഴുത്തല്ലാതെ എന്താ, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തൊഴുത്തിതിലുമൊക്കെ എന്ത് വൃത്തിയുണ്ടെന്നറിയോ എന്ന് പറയുമ്പം വിക്രത്തിനാകപ്പാടെ നാണക്കേടൊക്കെ തോന്നിപ്പോവാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഈ വഴക്കൊക്കെ കേൾക്കാണ് കമല കിടന്നുകൊണ്ട്. അപ്പോൾ കമല ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. വേദ അവൾ വിക്രത്തിനെ മാറ്റിയെടുക്കും. ഏതായാലും രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹ. വിക്രം ഈ പുറത്ത് ദേഷ്യം കാണിക്കുന്നതൊക്കെ ഉള്ളൂ, വേദയോട് അവന് സ്നേഹമുണ്ട്. എല്ലാവരും പറയുന്ന പോലെ അവൻ മാറും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ കമലയും. അതേസമയം പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ് കമലയുടെയും സുധാകരൻ മാഷിൻ്റെയും. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട്, നിങ്ങൾ മക്കളെല്ലാവരും കൂടി എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും. അന്ന് പിറന്നാൾ ദിവസം അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, എൻ്റെ മക്കൾക്ക് ഒരു കേക്ക് വാങ്ങാനുള്ള നിവൃത്തി പോലും ഇല്ല, എല്ലാവരും മൊണ്ണന്മാരും അതുപോലെ ഗുണ്ടകളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിറന്നാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, എങ്ങനെ സന്തോഷിക്കും എന്നൊക്കെ പറയാണ്. എൻ്റെ മക്കളുടെ കയ്യിലെ പണം കൊണ്ട് ഒരു കേക്ക് വാങ്ങാൻ പോലും അവർക്ക് പറ്റിയില്ല. അതിനും എൻ്റെ ഭാര്യ കുടുംബശ്രീയിൽ കുറിച്ചിട്ട് നടത്തിയതിൻ്റെ വീതം പണം തന്നെ വേണ്ടി വന്നു എന്നൊക്കെ അന്ന് അച്ഛൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വിശ്വത്തിനോട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഉണ്ട് വേദേ, ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ എവിടുന്നാ പണം, ഒരു പണിയില്ലാതിരിക്കുന്ന ഞാൻ എങ്ങനെ പണം ഉണ്ടാക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം വിശ്വേട്ടൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. വിശ്വേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്യണം, ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ. ഇത്രയും പ്രായമായില്ലേ വിശ്വേട്ടന്. വിശ്വേട്ടൻ ഇപ്പോൾ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. വിശ്വേട്ടൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, അവരെയൊക്കെ നോക്കണ്ടേ. അപ്പം ഒരു ജോലിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, വിശ്വേട്ടൻ മുന്നിട്ടിറങ്ങിയാൽ അതൊക്കെ നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് വിനായകനോട് പറയുമ്പം വിനായകൻ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ.
നമ്മുടെ നന്ദിനിയാണെങ്കിൽ വിനായകനോട് പറയുന്നുണ്ട്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെയാണ്, പക്ഷെ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിക്രവും അതുപോലെ തന്നെ വിശ്വേട്ടനും ഒന്നും വാങ്ങാതിരിക്കുമ്പം നിങ്ങളൊരു സമ്മാനവും വാങ്ങിക്കൊടുക്കാനൊന്നും പോകണ്ട. അങ്ങനെ നിങ്ങൾ വലിയ ആളാവാൻ പോയാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് ആ പണിക്കൊന്നും പോകണ്ടെന്ന് പറയാണ്. അങ്ങനെ വിശ്വൻ്റെ കയ്യിൽ പണമില്ല. വിശ്വൻ ചിന്തിക്കുകയാണ് കേട്ടോ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അമ്മയ്ക്കും അച്ഛനും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം എന്നൊക്കെ. അപ്പം നന്ദിനി ചോദിക്കുകയാണ്, എങ്ങനെയാ വിശ്വേട്ടാ, എങ്ങനെയാ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, നന്നായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാ വിശ്വേട്ടാന്ന് ശ്രീജ ചോദിക്കുകയാണ്. അതിനൊക്കെ ശേഷം ഇങ്ങനെ വേദ വിക്രത്തിനോട് പറയാണ്, വിക്രമഹാരാജാവ് എത്തിയോ എന്ന് ചോദിക്കുമ്പം, എന്താടി വന്നപ്പോൾ തന്നെ ചൊറിഞ്ഞോണ്ടൊരു വരവ്, ഇന്ന് എത്ര പേരെ വെട്ടിക്കൊന്നിട്ടാ വന്നത്, നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് വേദ, ദേ ഇങ്ങനെയൊന്നും നടക്കുന്നിട്ട് കാര്യമില്ല, അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അത് നിങ്ങൾ ഓർക്കുന്നൊന്നും ഉണ്ടാവില്ല അല്ലേ എന്ന് പറയുമ്പം വിക്രം പറയാണ്, ഇല്ല അതൊന്നും ഇവിടെ ആഘോഷിക്കാറില്ല, പിറന്നാൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പിറന്നാളും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒക്കെ ആഘോഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അന്ന് അച്ഛൻ പറയുകയും ചെയ്തു പിറന്നാളിൻ്റെ അന്ന് മക്കളൊക്കെ താന്തോന്നികളും മൊണ്ണന്മാരും ഒക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അതൊന്നും ആഘോഷിക്കാൻ പറ്റില്ല, സന്തോഷവും സമാധാനമുള്ള വീടുകളിലാണ് അത് ആഘോഷിക്കുന്നതെന്നൊക്കെ. അതുപോലെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, നമുക്ക് മാത്രം ഇതൊന്നും ആഘോഷിക്കാൻ യോഗയില്ലാതെ പോയല്ലോ എന്ന് അമ്മയും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമുള്ളൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുക്കി കൊടുക്കാം, എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ എന്ത് സമ്മാനം വാങ്ങാനാ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി കൊടുക്കണം എന്ന്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ എന്ത് വാങ്ങിക്കൊണ്ട് വന്നാലും അച്ഛൻ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല, ഈ വീട്ടിലേക്ക് അതൊന്നും എടുക്കേയില്ല, ഞാൻ ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടുവരുന്ന പണമാണ്, അതുകൊണ്ട് വേണ്ടെന്നാ പറയുന്നത്, പിന്നെ ഞാൻ സമ്മാനം വാങ്ങിക്കൊടുത്താൽ അച്ഛനെ സ്വീകരിക്കുമോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ ഗുണ്ടാപ്പണി ചെയ്തിട്ടല്ല, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പണം ഉണ്ടാക്കണം, അത് കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം, അതിനുള്ള മനസ്സിലേ നിങ്ങൾക്ക്, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ലേ, ആ പണം കൊണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ വിക്രവും ചിന്തിക്കുകയാണ്, അത് നേരാ, എന്തെങ്കിലും ഒരു പണി ചെയ്ത് പണം സമ്പാദിച്ച് അതുകൊണ്ടൊരു സമ്മാനം വാങ്ങി അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം, ഒരുപാട് ഞാൻ അവരെ വിഷമിപ്പിച്ചതാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിക്രം തടിമില്ലിൽ പോയിട്ട് നന്നായിട്ട് പണി ചെയ്യാണ് കേട്ടോ. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായി ജോലി ചെയ്യുകയാണ്. കയ്യിലെ തൊലിയെല്ലാം പോയിരിക്കുകയാണ് വിക്രത്തിൻ്റെ. ആ കിട്ടുന്ന പണം കൊണ്ട് വിക്രം ഒരു ടെക്സ്റ്റൈൽ കയറി അച്ഛനും അമ്മയ്ക്കും മുണ്ടും ഷർട്ടും സാരിയൊക്കെ വാങ്ങി ഗിഫ്റ്റുമായിട്ട് വീട്ടിലേക്കൊക്കെ എത്തുകയാണ് കേട്ടോ. അപ്പം വിക്രം കൊണ്ടുവന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുമ്പം സുധാകര മാഷ് പറയുന്നുണ്ട്, ദേ ഇതെനിക്ക് വേണ്ട, എടുത്തുകൊണ്ട് പോകാൻ പറ ഇവനോട് എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അച്ഛാ അത് വിക്രം അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ ഗുണ്ടാപ്പണി ചെയ്ത പണം കൊണ്ടുണ്ടാക്കിയതല്ല, എന്നാലും വേണ്ട, ഇവൻ്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും വേണ്ട, ഇവൻ ഗുണ്ടാപ്പണി ചെയ്ത് നടക്കുന്നവൻ തന്നെയാണ് എന്ന് പറയാണ്. അതേസമയം ഇത് കണ്ടിട്ട് കമല പറയാണ്, മോനെ നീ ഇങ്ങോട്ട് തന്നേ എന്ന് പറയാണ് കേട്ടോ. അപ്പം വേദ പറയുന്നുണ്ട്, അമ്മേ ഇപ്രാവശ്യം വിക്രം, അമ്മയുടെ മോൻ വിക്രം ഒരുപാട് മാറിയിരിക്കുന്നു, ഗുണ്ടാപ്പണി ചെയ്തും തല്ലുണ്ടാക്കിയൊന്നും ഉണ്ടാക്കി കിട്ടിയ കാശല്ല ഇത് വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെന്ന് പറയാണ്. അപ്പോൾ കമലയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് ആ ഗിഫ്റ്റ് വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ കൈയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. കമല ചോദിക്കുക, എന്താ മോനെ നിൻ്റെ കൈയൊക്കെ എന്താ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നേ? അപ്പോൾ വിക്രം പറയാ, അത് ഞാനിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദേ ആ തടിമില്ലി പണം ഉണ്ടാക്കിയിട്ടാണ് ഇത് വാങ്ങിയത്, ഇവള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്, എന്നിട്ടും അച്ഛൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ വേദ പറയാണ്, അച്ഛൻ മനസ്സിലാക്കാൻ ശ്രമിക്കും വിക്രം ഇനി മാറണം, ഇങ്ങനെ മാറി വരുമ്പം എല്ലാവരും വിക്രത്തിനെ മനസ്സിലാക്കും, ഞാൻ എപ്പോഴും വിക്രത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിനും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്